അങ്കിത ഇപ്പം അങ്കിത പടം 25 ദിവസമായിരിക്കാണ് മായം എന്ന മൂവി. അങ്കിത വന്നത് സീരിയൽ ഫീൽഡിൽ നിന്നാണ്. അപ്പം അങ്കിത പടം ഇപ്പം പ്രേക്ഷകർ സ്വീകരിച്ച് 25 ദിവസമായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചതിനെ കുറിച്ച് പറയാനുള്ളത്? ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ ഞാനൊന്ന് മാറ്റി പറയാം. അതായത് ഈ സീരിയൽ ഈ സിനിമയിൽ വന്ന ഒരു ആർട്ടിസ്റ്റിനെക്കാട്ടിലും ഒരു അഭിനേത്രി എന്നുള്ള നിലയ്ക്ക് എൻ്റെ സിനിമ 25 ദിവസം വന്നു എന്ന് തന്നെ അത് വലിയ കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സീരിയലിൽ നിന്ന് സിനിമയിൽ വന്ന ഒരു 25 ഡേയ്സ് ആയത് ഒരു വലിയ വലിയ അച്ചീവ്മെൻ്റ് ആണ്. സോ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് കുറേ റിജക്ഷൻസും സീരിയൽ ഫേസ് ആയതുകൊണ്ട് സിനിമയിൽ കിട്ടാതിരുന്നിട്ടുണ്ട്. ഈ ഒരു മൂവി വന്നപ്പോൾ അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അത് ഞാൻ ഓരോ സീൻ അഭിനയിക്കുമ്പോഴും എൻ്റെ മൈൻഡിൽ ഒരു പേടി ഉണ്ടായിരുന്നു. ഒരിക്കലും ഇതൊരു സീരിയൽ ആക്ടിങ് ആയിട്ട് ഒരാൾ പോലും പറയരുത്. അപ്പോൾ ആ ഒരു പേടി എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. അത് ഓൾറെഡി എൻ്റെ ആക്ടിങ് ഞാൻ സിനിമ ആക്ച്വലി ഭയങ്കര ഈസിയാണ്, ഭയങ്കര നാച്ചുറൽ ആയിട്ട് നമുക്ക് അഭിനയിക്കാം. പക്ഷേ എക്സ്പ്രസീവ് ആണ് ഭയങ്കരമായിട്ട്. കാരണം ഓരോ ഫ്രെയിംസ് വെക്കുന്നത് അങ്ങനെയാണ്. സീരിയൽ എന്ന് പറയുമ്പോൾ എല്ലാം ക്ലോസ് ആണ്. അപ്പൊ നമുക്ക് ഫേസ് കൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. അതെ, ഇത് നമ്മൾ തന്നെ ഡയലോഗ്സ് എല്ലാം പഠിച്ച് നമ്മുടേതായ രീതിയിൽ അഭിനയിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ഇതിൽ സിനിമ തന്നെയാണ് ഈസി എന്ന് പറയാം. പക്ഷെ എല്ലാം അഭിനയം തന്നെയാണ്. സത്യം പറഞ്ഞാൽ സിനിമ ചെയ്തത് ഇതല്ല എൻ്റെ ഫസ്റ്റ് മൂവി. ഞാൻ പോലീസ് ഡേ എന്ന് പറഞ്ഞ മൂവിയാണ് ശരിക്കും ആദ്യം അഭിനയിച്ചത്. റിലീസായത് മായമ്മയാണ്. അപ്പം അതിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ആ ഒരു ഫീലിംഗ് പേടി ഉണ്ടായിരുന്നത് ആ ഒരു ഫസ്റ്റ് ഷോട്ട് ചെയ്യുമ്പോഴാണ്. കാരണം ഈ സിനിമയിൽ വന്നപ്പം സിനിമ എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ എനിക്ക് കിട്ടി. പിന്നെ ഈ ഒരു ക്യാരക്ടർ ഡിഫറെൻ്റ് ആണ്. ഒരു മോഡേൺ ലുക്കിൽ ജീവിക്കുന്നത് ഞാൻ ഒരു പുള്ളോത്തി പെൺകുട്ടിയായിട്ട് ട്രഡീഷണൽ രീതിയിൽ ചെയ്തത് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. ഓക്കെ ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു എന്താ പറയുക, ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ ഞാൻ ചെയ്ത പെർഫോമൻസിന് എനിക്കൊരു 100 ഇല്ലെങ്കിൽ ഒരു 95 എങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 100 ഞാൻ കൊടുത്തു. പക്ഷെ സ്ക്രീനിൽ കണ്ടപ്പം ഒബ്വിയസ്ലി നമുക്ക് എപ്പോഴും തോന്നുന്ന പോലെ കുറച്ചുകൂടെ ബെറ്റർ ആക്കുമായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാ സീൻസിലും എനിക്ക് എന്തെങ്കിലും ഞാൻ തന്നെ ഇങ്ങനെ ഓരോ തവണ ഇങ്ങനെ, ഇതിപ്പോ 4ാമത്തെ തവണയാണ് പോയി കാണാൻ പോകുന്നത്. അപ്പൊ ഓരോ തവണ ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നെ ബെറ്റർ ആക്കുമായിരുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ട്. അതെ, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടവരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ റനീഷ, ധന്യ ചേച്ചി, ഗവി ചേച്ചി, അവരെല്ലാം വന്ന് സിനിമ കണ്ടു. ഭയങ്കരമായിട്ട് എന്താ പറയാ, റിയൽ ആയിട്ടുള്ള ജെനുവിൻ സംഭവങ്ങൾ എല്ലാവരും പറഞ്ഞു. ഇന്ന തന്നെ പ്രശ്നങ്ങളുണ്ട്. ഓബ്വിയസ്ലി ഇതൊരു ചെറിയ ബഡ്ജറ്റ് മൂവി ആയതുകൊണ്ട് അതിൻ്റെതായ ഫോൾസ് ഒക്കെ ചെറിയ ചെറിയ രീതിയിലുണ്ട്. എന്നാൽ പോലും അതിനെയൊക്കെ മറികടന്ന് ഫാമിലി ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ടിപ്സ് എന്നല്ല, കൂടുതലും സാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയാണ്. ബാക്കി ആക്ടിങ് വൈസ് സാർ എനിക്ക് വിട്ടു തന്നിരിക്കുകയായിരുന്നു. ഓരോ സീനിലും സാർ എൻ്റെ അടുത്ത് വന്ന സിറ്റുവേഷൻ ഇതാണെന്ന് പറയും. ബാക്കി എൻ്റെതായ ഒരു ഇൻപുട്ടിൽ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ആണെങ്കിൽ പിന്നെയാണ് സാർ പറയുന്നത്. അപ്പൊ ആ ഒരു ഫ്രീഡം സാർ എനിക്ക് തന്നു. നെക്സ്റ്റ് പ്രോജക്ട്സ് വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും പുറത്തു വരെ ആയിട്ടില്ല. ഇല്ല, സീരിയൽ ഇപ്പം തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. സിനിമ കണ്ടപ്പോൾ അങ്കിതയുടെ ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ്? ഞാൻ ചെയ്ത റോള് ഫുൾ സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെ ചെയ്യുന്നത് ഭയങ്കര ഒരു സംഭവമാണ്, ചാലഞ്ചിങ് ആണ്. അതെ, ഇത് ഹീറോയിൻ മാത്രമല്ല, മായമ്മ എന്ന് പറയുന്ന ടൈറ്റിൽ ക്യാരക്ടറാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊന്നും കൂടെ ഒരു ഹീറോയിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു തലയിൽ ഭയങ്കര ഒരു ഭാരം പോലെ നമുക്ക് ഫീൽ ചെയ്യും, റെസ്പോൺസിബിലിറ്റി. അപ്പൊ ആ ഒരു രീതിയിൽ ഈ സിനിമ മുഴുവൻ ഈ മായമ്മ എന്ന് പറയുന്ന ക്യാരക്ടറിലാണ് പോകുന്നത്. ആ ഒരു ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ എല്ലാം വർക്കല, കാപ്പിൽ, ആ ഒരു ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു ഷൂട്ട്. അതെ, എക്സ്പീരിയൻസ് അരുൺ ആക്ച്വലി ബിഹൈൻഡ് ദി ക്യാമറ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. AD ആയിട്ട്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഓരോ സീൻസ് ചെയ്യുമ്പോഴും പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇനിയും നല്ലൊരു ഇത് കിട്ടട്ടെ, നല്ലൊരു ഇൻഡസ്ട്രിയിൽ വലിയൊരു നടിയായിട്ട് മാറട്ടെ. ഈ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ബൈ ആല ബുട്ടീക്ക്. ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കോസ്റ്റ്യൂംസും ഞാൻ ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സ്റ്റിച്ചിങ് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ പറയുന്ന പോലെ തന്നെ അധികം ഓവർ ഗ്രാൻഡ് ആക്കാതെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ട് ദി ആർ ബെസ്റ്റ്. മോഡലിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആളാണോ? ചെയ്യാറുണ്ട്, ഫോട്ടോഷൂട്ട്സ് അങ്ങനെയൊക്കെ മോഡലിംഗ് ചെയ്യുന്ന ഇവിടെ. അല്ലാതെ റാമ്പ് കയറി നടക്കും, പണ്ട് കോളേജിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാതെ വേറെ എവിടെയും പോയിട്ടില്ല. ഓക്കെ, താങ്ക് യു.